ഹോസ്ദുർഗ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. ഹോസ്ദുർഗ് ബാങ്ക് മിനി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ NR ബിന്ദുമോൾ ഉദ്ഘാടനം ചെയ്തു. ഞാൻ അഭിമാനത്തോടെ പറയുന്ന ഒരു കർഷകന്റെ മകളാണ് എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്നുണ്ട്. കാരണം അതില് മലയോര മേഖലയിൽ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടാവും. അതിൽ നിന്ന് കുറച്ചധികം വരുമാനം കിട്ടും. നിങ്ങൾ ചിന്തിക്കുമായിരിക്കും ഇപ്പൊ അങ്ങനെ എന്താ അത് കൃഷി മാത്രം വരുമാന മാർഗമായി ജീവിക്കുന്ന സാഹചര്യം ഇന്ന് നടപ്പില്ല. ഒരുപാട് കൃഷിഭൂമി ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. എങ്കിൽ പോലും നമ്മുടെ കൃഷി എന്ന് പറയുന്ന സംസ്കാരത്തിനെ വിട്ട് കളയാതെ നമ്മുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം കൃഷിയിൽ നിന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ, അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഈ കേരളത്തിന്റെ ഈ ഭക്ഷ്യക്ഷാമവും സാംക്രമിക രോഗങ്ങളുടെ ഇത്തരത്തിലുള്ള മാരക രോഗങ്ങളുടെ പിടിയിൽ നിന്നും കേരളത്തിലെ മോചിപ്പിക്കുന്നതിനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമെന്നും അവിടെ നമ്മുടെ മക്കളിലേക്കും വരും തലമുറയിലേക്കും കൃഷി എന്ന സംസ്കാരത്തെ പകർന്നു നൽകുന്നതിനും ഇത്തരം ചടങ്ങുകളും ഇത്തരം ആദരിക്കലുകളും ഉപകരിക്കട്ടെ എന്നും ഒരു കാർഷിക സംസ്കാരം വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്നും ആശംസിക്കുന്നു. ബാങ്ക് പ്രസിഡന്റ് പ്രവീൺ തോയമൽ അധ്യക്ഷത വഹിച്ചു. അഗ്രികൾച്ചറൽ ഫീൽഡ് ഓഫീസർ S രമേഷ് കുമാർ മുഖ്യാതിഥിയായി. ചടങ്ങിൽ കാർഷിക മേഖലയിൽ മികവ് തെളിയിച്ച 46ഓളം കർഷകരെ ആദരിച്ചു. കാർഷിക മേഖലയുടെ പ്രാധാന്യവും നാടിന്റെ സാമ്പത്തിക സാമൂഹിക പുരോഗതിയിൽ കർഷകർ വഹിക്കുന്ന നിർണായക പങ്കും ചടങ്ങിൽ അനുസ്മരിച്ചു. കർഷകർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളും കാർഷിക മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താനായി സഹകരണ സ്ഥാപനങ്ങൾക്ക് ചെയ്യാനാകുന്ന കാര്യങ്ങളും ചടങ്ങിൽ ചർച്ചയായി. ഭരണസമിതി അംഗങ്ങളായ T കുഞ്ഞികൃഷ്ണൻ, VV മോഹനൻ, P അബ്ദുൽ ഗഫൂർ, NP അസീന, P സരോജ എന്നിവർ സംസാരിച്ചു. NK രത്നാകരൻ സ്വാഗതവും ബാങ്ക് സെക്രട്ടറി K അനിത നന്ദിയും പറഞ്ഞു. ബാങ്ക് ജീവനക്കാരും കർഷകരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.